ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എങ്ങോട്ടോ ഓടിപ്പോകണമെന്ന്. ഉച്ചയാണ് കേട്ടോ, സമയം 1 മണി 1:30. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ എവിടേക്കാണ് ഓടിപ്പോയിന്ന്. അപ്പോൾ എൻ്റെ വീട് വന്നിട്ട് നെന്മാറയാണ്. പക്ഷേ ഞാൻ കല്യാണത്തിൻ്റെ മുന്നേ പോയതാണ് പോത്തുണ്ടിക്ക്. 10 വർഷം കഴിഞ്ഞു പോയിട്ട്. അപ്പോൾ ഞാനൊന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു മണി സമയമാണ് കേട്ടോ. ആ സമയത്ത് തന്നെ ഇറങ്ങി ഞങ്ങൾ പോത്തുണ്ടി ഡാമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ ഡാം കാണാൻ പറ്റിയില്ല കേട്ടോ. ഡാമിൻ്റെ മുകളിൽ കയറിയില്ല. നല്ല ഉച്ച സമയം, അതേപോലെ വെയിൽ. അപ്പോൾ അതുകൊണ്ട് ഡാമിൻ്റെ മുകളിൽ മാത്രം ഞങ്ങൾ പോയില്ല. ബാക്കി എല്ലാവിടെയും ചുറ്റിയടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. പാറക്കുട്ടി കുറച്ചൊക്കെ വാശിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വാശിയൊക്കെ കാണിച്ചു. പക്ഷെ അവിടെ എത്തിയത് ആളുടെ സ്വഭാവം അങ്ങനെ മാറി. ബസ്സിലൊക്കെ ഇരുന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു. പക്ഷേ പോത്തുണ്ടി സ്ഥലം എത്തിയത് മാറി. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ എൻ്റെ വലിയച്ഛൻ്റെ മോളാണ്. അപ്പോൾ അവൾ, അനിയത്തി, ഞാൻ, പാറക്കുട്ടി, റിജു കൂടിയിട്ടാണ് പോയത്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. മദീന കയറി വാ. ഇരിക്കി. കാലൂന്ന് ഒരു ഇതൊക്കെ മതി. അത് എടുത്തോണ്ടോ. സത്യം പറയാലോ, പാറക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായ ഒരു ദിവസമായിരുന്നു കേട്ടോ. വെയിലാണ്, ചൂടാണെന്നൊന്നും നോക്കിയില്ല. അവൾ പരമാവധി എൻജോയ് ചെയ്തു ഓടിയിട്ടും. അതേപോലെ ഞാനൊന്നും വിളിച്ചിട്ട് അവൾ നിന്നില്ല. അത്രയും അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവളിന്ന്. അപ്പോൾ ഓടി എല്ലാ കളിപ്പാട്ടത്തിലും കയറി. അതേപോലെ 2-3 വീഴ്ചയൊക്കെ വീണു. എന്നാലും നന്നായി അവൾ എൻജോയ് ചെയ്തു. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നെല്ലിയാമ്പതി പോണ വഴിയിലാണ് പോത്തുണ്ടി. അപ്പോൾ എല്ലാവരും നെല്ലിയാമ്പതിക്ക് പോകുന്നവർ ഉണ്ടെങ്കിൽ പോത്തുണ്ടിയിൽ കുട്ടികളെയും കൂടി ഫാമിലി ആയിട്ട് വന്ന് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരണം. അപ്പോൾ നെല്ലിയാമ്പതി പോണ വഴിക്ക് നമുക്ക് അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കൂളിംഗ് ആയ സ്ഥലമാണ്. പക്ഷെ ഒരു 3 മണി സമയം, 4 മണി 5 മണി ആകുമ്പോൾ വരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലാതെ ഞങ്ങൾ വന്ന പോലെ ഉച്ച സമയത്ത് വന്നാൽ ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. എന്തായാലും പാറക്കുട്ടി ഒരു കളിപ്പാട്ടത്തിനെയും വെറുതെ വിട്ടില്ല. എല്ലാ കളിപ്പാട്ടത്തിലും ഓടിപ്പോയിരുന്നു. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ. ഒന്നിനെയും വെറുതെ വിട്ടില്ല അവൾ. പേടിയില്ല അവൾക്ക്. വീഴുന്ന ഒരു പേടിയോ അല്ലെങ്കിൽ എന്താ പറയുക, കയറാൻ കിട്ടില്ല, കാല് വേദനിക്കുന്ന അങ്ങനെയൊന്നുമില്ല അവൾക്ക്. സാധിച്ചില്ലെങ്കിൽ പോലും അവൾ ട്രൈ ചെയ്ത് ഒറ്റയ്ക്ക് കയറാൻ നോക്കിയിട്ടായാലും അവൾ എൻജോയ് ചെയ്തു കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് അവളെയും കൊണ്ട് വന്നതാണ് പോത്തുണ്ടിക്ക്. അവൾ മാത്രമല്ല, അതേപോലെ തന്നെ അവളുടെ ഏട്ടനും ആദ്യമായിട്ടാണ് പോത്തുണ്ടി കാണുന്നത്. ഞാൻ പിന്നെ 10 വർഷമായി കേട്ടോ കണ്ടിട്ട്. ഞാൻ നേരത്തെ വരുമ്പോൾ ഇങ്ങനെയൊന്നും എന്താ പറയുക, കുട്ടികൾക്കുള്ള കളിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഇത്രയ്ക്ക് സൗകര്യം അതേപോലെ നല്ല കളിപ്പാട്ടവും കുട്ടികൾക്കാണെങ്കിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ നല്ല വൃത്തിയാണെങ്കിലും അതേപോലെ കുട്ടികൾക്ക് വന്ന് എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ് പോത്തുണ്ടി. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക, മുളക്കൂട്ടങ്ങളും കാട് പിടിച്ചങ്ങനെ ജോലിക്കൊന്നും അത്ര പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, നല്ല പെർഫെക്റ്റായി നല്ലൊരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല
ഹായ് കൊടുക്ക്. ഹായ് ഗൈസ് പറ. മലമ്പുഴയുടെ ഹായ് ഗൈസ് പറ. അത്രക്കില്ലേ മലമ്പുഴൻ്റെ അടുത്തെത്തും ഉറപ്പാണ്. അപ്പോൾ ഇതുവഴി ഒരിക്കൽ കൂടി പറയണേ, ഇതുവഴി ആരെങ്കിലും നെല്ലിയാമ്പതിക്ക് പോകണമെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് പോണേ. അവിടെ പൊക്കോ, അവിടെ പിന്നെ സത്യം പറയാലോ, പോത്തുണ്ടി ഡാം കാണാൻ വന്നിട്ട് എനിക്ക് കാണാൻ ഒന്നും ശരിക്കും പറ്റിയില്ല. അവളുടെ പിന്നാലെ ഓടി ഓടി സത്യത്തിൽ ഞാൻ ടയേർഡായി കേട്ടോ. എനിക്കൊരവിടെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും പറ്റിയില്ല. അവളുടെ പിന്നാലെ തന്നെ ഓടുകയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഒരവിടെ നിൽക്കില്ല, എന്നാൽ ഒരു കളിപ്പാട്ടത്തിലോ അതിൽ മാത്രമായി ഇരിക്കില്ല, എല്ലാവിടെയും ഒന്ന് പോയി ടച്ച് ചെയ്യും. എനിക്കാണെങ്കിൽ ഇവളിങ്ങനെ ഉരുതുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അവളുടെ അച്ഛനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് തരുമോ എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും കയ്യോ കാലോ തട്ടി വീണാലോ കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ആ ഒരു പേടിയേ ഇല്ല. അവൾ കൂളായി ഇരുന്ന് എല്ലാത്തിലും ഇരുന്ന് ഉരുതി എൻജോയ് ചെയ്തു കേട്ടോ. സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുക, ഇടുക, അങ്ങോട്ടേക്ക് വയ്യ. അവളെയും കൂടി തന്ന റെഡിയോ. പാറു പാറു എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ പോത്തുണ്ടിയിലെ? അപ്പോൾ പോത്തുണ്ടി ഡാമിലെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാനും. ഡാമിൻ്റെ മോള് കണ്ടില്ലേ, നല്ല വെയിലാണ് കേട്ടോ. സമയം 3 മണി 3:30 ആയി, എന്നാലും നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഐസ്ക്രീം കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീം പറഞ്ഞു. അവൾക്ക് ചോക്കോബാർ മതി പറഞ്ഞപ്പോൾ ചോക്കോബാർ കൊടുത്തു കേട്ടോ. പിന്നെ റിജുവിന് കോൺ മതി പറഞ്ഞു. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ മുകളിൽ ഒരാൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് പാറുവിനെ കേട്ടോ. കുട്ടികളെ ഭയങ്കര എളുപ്പമാണല്ലോ. ആരാന്ന് മനസ്സിലായോ? മങ്കി കുരങ്ങനാണ്. അപ്പോൾ നിറയെ ഉണ്ടായിരുന്നു അതിഥികൾ, 4-5 ഉണ്ടായിരുന്നു. പാറുവിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ല, കാരണം കുട്ടികളിന് ഭയങ്കര എളുപ്പമാണല്ലോ അവർക്ക്. അപ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോഴാണെങ്കിൽ ശരി, അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ, തട്ടിപ്പിടുങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. നമ്മൾ എന്ത് കാര്യം മുൻകൂട്ടി തീരുമാനിച്ചാലും ഒരിക്കലും നടക്കില്ല അല്ലേ. ഇത് തീരുമാനിക്കാത്ത കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ പോത്തുണ്ടി ഡാം കാണാൻ. അതും 11 മണിക്ക് തീരുമാനിച്ചു കേട്ടോ. 12:30 ആകുമ്പോൾ 11 മണി കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സമയമൊന്നും നോക്കിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മടിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ ഞങ്ങൾ വരികയും ചെയ്തു കേട്ടോ. വെയിലൊന്നും ഞങ്ങൾ നോക്കിയില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കിൽ ഒരാളുണ്ടായിരുന്നു. പാറു ശ്രദ്ധിച്ചില്ല. പാറു കണ്ടതും തിരിഞ്ഞു നോക്കി കണ്ടതും പാറുവിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കേട്ടാ, മങ്കീനെ കണ്ടതും.
നോക്ക് എൻ്റെ ഫ്രണ്ടാ. കണ്ടില്ലേ, പാർക്കുട്ടി ആദ്യമായിട്ട് മങ്കിനെ കണ്ട് ഒരേ കരച്ചിലായിരുന്നു. വാശി കാണിച്ചു. പിന്നെ അവിടെ നിൽക്കാൻ അയച്ചില്ല, വീട്ടിൽ പോകാൻ ഒരേ കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. ബായ്.